നാളെ നടക്കുന്ന ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ യന്ത്ര സാമഗ്രികളുടെ വിതരണം തിരുവനന്തപുരത്തെ പൂർത്തിയായി. മാർ ഇവാനിയോസ് കോളേജിലാണ് യന്ത്ര സാമഗ്രികളുടെ വിതരണം നടന്നത്. ദിഷ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആവശ്യമായ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലാണ്. തീപ്പെട്ടി മുതൽ മെമ്മറി മൊഡ്യൂൾ വരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് നൽകുന്നുണ്ട്. 113 സാമഗ്രികളാണ് അതിലുണ്ടാവുക എന്നത് തന്നെയാണ്. വോട്ടർമാരുടെ എണ്ണവും വിവരങ്ങളും അടങ്ങിയ 21 ഫോമുകൾ, അതോടൊപ്പം യന്ത്രങ്ങളുടെ മുദ്രണത്തിന് ഉപയോഗിക്കുന്ന ചരട്, തപാൽ വോട്ടർമാരുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച മാർക്കഡ് വോട്ടർ പട്ടികയിൽ അടയാളം ചെയ്യാൻ ഉപയോഗിക്കുന്ന പേന തുടങ്ങി അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന് ആവശ്യമായി വേണ്ട സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ മാർ ഇവാനിയസ് കോളേജിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറ് സംഭവിച്ചാൽ വിവരങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഡിറ്റാച്ചബിൾ മെമ്മറി മൊഡ്യൂൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളുടെ ഒരു വിതരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ മുന്നോടിയായി ഈ തിരഞ്ഞെടുപ്പിന് നിയമിച്ച ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ സാമഗ്രികൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഇവർക്ക് ഡിസൈഡ് ചെയ്ത്, അതായത് തീരുമാനിച്ചു കൊടുത്തിരിക്കുന്ന പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയും അവിടെ എത്തി ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി ഒരു ദിനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. യന്ത്ര സാമഗ്രികളുടെ, തിരഞ്ഞെടുപ്പിനുള്ള സാമഗ്രികളുടെ വിതരണവും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ വിജു എം സായിക്കൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.